നമസ്കാരം, വെട്ട ന്യൂസ് പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. തിരൂർ ഉപജില്ലാ ശാസ്ത്രമേളയ്ക്ക് ബുധനാഴ്ച തുടക്കം. ഒക്ടോബർ 15, 16, 17 തീയതികളിലായി ചെമ്പ്ര AMUP സ്കൂൾ, JM ഹയർ സെക്കൻഡറി സ്കൂൾ പരന്നേക്കാട്ട്, ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരൂർ, AMUP സ്കൂൾ കോട്ട് എന്നിവിടങ്ങളിലായി നടക്കും. വെട്ടം ഗ്രാമപഞ്ചായത്ത് സ്കൂൾ തല കായികമേള വൈസ് പ്രസിഡന്റ് രജനി മുലെ ഉദ്ഘാടനം ചെയ്തു. പറവണ്ണ GMUP സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. വാഹനാപകടങ്ങളിൽ കാൽനടയാത്രക്കാർ അപകടത്തിൽപ്പെടുന്ന സാഹചര്യത്തിൽ അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ട്രാഫിക് ബോധവൽക്കരണവുമായി തിരൂർ പോലീസ്. വെട്ടം പഞ്ചായത്ത് തൊഴിൽമേള നടത്തി. വെട്ടം പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച തൊഴിൽമേള വൈസ് പ്രസിഡന്റ് രജനി മുലെ ഉദ്ഘാടനം ചെയ്തു. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി ആര്യാടൻ മുഹമ്മദ് MS റാവൂത്തർ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. PDP ഉത്തരമേഖലാ കമ്മിറ്റി തിരൂരിൽ പലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു. PDP സംസ്ഥാന വൈസ് ചെയർമാൻ PA മുഹമ്മദ് ബിലാൽ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തിരൂർ ഉപജില്ലാ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര IT മേള ചെമ്പ്ര AMUP സ്കൂൾ, JM ഹയർ സെക്കൻഡറി സ്കൂൾ പരന്നേക്കാട്ട്, ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരൂർ, AMUP സ്കൂൾ കോട്ടി എന്നിവിടങ്ങളിൽ ഒക്ടോബർ 15, 16, 17 തീയതികളിലായി നടക്കും. മേളയുടെ ഔപചാരിക ഉദ്ഘാടനം ബുധനാഴ്ച വൈകുന്നേരം ചെമ്പ്ര AMUP സ്കൂളിൽ തിരൂർ നഗരസഭാ അധ്യക്ഷ AP നസീമ നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശാസ്ത്രമേളയും ഗണിതശാസ്ത്രമേളയും ചെമ്പ്ര AMUP സ്കൂൾ, കോട്ടി AMUP സ്കൂളിലും, പ്രവൃത്തി പരിചയമേളയും സാമൂഹ്യശാസ്ത്രമേളയും JMLP, JM ഹയർ സെക്കൻഡറി എന്നിവിടങ്ങളിലും വെച്ചും, IT മേള GBHS തിരൂരിലും വെച്ച് നടക്കും. LP വിഭാഗത്തിൽ നിന്ന് 1642 കുട്ടികളും, UP വിഭാഗത്തിൽ നിന്ന് 1209 കുട്ടികളും, ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് 992, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 430 കുട്ടികളടക്കം 4273 കുട്ടികളാണ് ഇത്തവണ ശാസ്ത്രമേളയിൽ മാറ്റുരക്കുന്നത്. മേളയുടെ ഔപചാരിക ഉദ്ഘാടനം ബുധനാഴ്ച വൈകുന്നേരം ചെമ്പ്ര AMUP സ്കൂളിൽ തിരൂർ നഗരസഭാ അധ്യക്ഷ AP നസീമ നിർവഹിക്കും. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ ഷാഫി അധ്യക്ഷത വഹിക്കും. ശാസ്ത്രോത്സവത്തിന്റെ സമാപന സമ്മേളനം 17-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം JM ഹയർ സെക്കൻഡറി സ്കൂളിൽ MLA കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും. തിരൂർ നഗരസഭാ അധ്യക്ഷ AP നസീമ അധ്യക്ഷത വഹിക്കും. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഉദ്ഘാടന സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2025-26 അധ്യയന വർഷത്തെ തിരൂർ ഉപജില്ല ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ IT മേള ഒക്ടോബർ മാസം 15, 16, 17 തീയതികളിലായി AMUP ചെമ്പ്ര, JMHS പരന്നേക്കാട് എന്നീ കേന്ദ്രങ്ങളിലായി നടക്കുകയാണ്. IT മേള നടക്കുന്നത് GBHS തിരൂരിലാണ്. നമ്മുടെ മേളയിൽ ഏകദേശം 4000-ലേറെ കുട്ടികളാണ് വിവിധ മേളകളിലായി പങ്കെടുക്കുന്നത്. കുട്ടികളോടൊപ്പം തന്നെ അവരുടെ എസ്കോർട്ടിംഗ് ടീച്ചേഴ്സ്, രക്ഷിതാക്കളടക്കമുള്ള ഏതാണ്ട് ഒരു 6000-ലേറെ ആളുകൾ 3 ദിനങ്ങളിലായി പങ്കെടുക്കും. 15-ാം തീയതി രാവിലെ ശാസ്ത്ര നാടകത്തോടു കൂടിയാണ്. അതോടൊപ്പം തന്നെ JM ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹ്യശാസ്ത്ര മേളയുടെ 4-5 ഇനങ്ങൾ കൂടി നാളെ രാവിലെ ആരംഭിക്കും. വാർത്താ സമ്മേളനത്തിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ RP ബാബുരാജ്, ജനറൽ കൺവീനർ പ്രവീൺ കൊളഞ്ചേരി,
തിരൂർ ഉപജില്ലാ HM ഫോറം കൺവീനർ NP ഫൈസൽ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സെൻസി, ഫുഡ് കമ്മിറ്റി കൺവീനർ ഇബ്രാഹിം റോബിൻ, റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ ഡോക്ടർ പ്രവീൺ, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ K സിന്ധു, PP നിശാന്ത്, P നുസൈബ, നിസാർ ബാബു എന്നിവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ് തിരൂർ. പറവണ്ണ GMUP സ്കൂളിൽ നടന്ന വെട്ടം ഗ്രാമപഞ്ചായത്ത് കായികമേള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മുലയിൽ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിയാസ് ബാബു മുഖ്യാതിഥിയായി. പറവണ്ണ GMUP സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. വെട്ടം ഗ്രാമപഞ്ചായത്ത് സ്കൂൾ കായികമേളയിൽ പറവണ്ണ GMUP സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. AMLP സ്കൂൾ വാക്കാട് 2ാം സ്ഥാനവും PAN MS AUPS പച്ചാട്ടിരി 3ാം സ്ഥാനവും നേടി. വിജയത്തെ തുടർന്ന് പറവണ്ണ GMUP സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് പ്രകടനം നടത്തി. കായികമേള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മുല്ലയിൽ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിയാസ് ബാബു മുഖ്യാതിഥിയായിരുന്നു. PTA പ്രസിഡന്റ് M ഫൈസൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഹെഡ്മാസ്റ്റർ V അബ്ദുസിയാദ് സ്വാഗതം ആശംസിച്ചു. SMC ചെയർമാൻ ഷിയാബ് PP, VTA പ്രസിഡന്റ് റാഹില, PTA വൈസ് പ്രസിഡന്റ് സുലൈമാൻ, വെട്ടം പഞ്ചായത്തിലെ അധ്യാപകരായ ഫൈസൽ NP, ലത, A അനിൽകുമാർ, ബിന്ദു, സജയ്, P ബിജുമോൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ കായികമേളയുടെ ലോഗോ ഡിസൈൻ ചെയ്ത വാക്കാട് AMLP സ്കൂളിലെ സുരേഷ് മാഷെ പൊന്നാടയണിച്ച് ആദരിച്ചു. ഉദ്ഘാടന പരിപാടിക്ക് ജമാലുദ്ദീൻ CT നന്ദി പറഞ്ഞു. ചടങ്ങിൽ തിരൂർ സബ് ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ പറവണ്ണ GMUPയിലെ ദേവത്തിന് ഉപഹാരവും നൽകി. സമാപന സമ്മേളനത്തിൽ വാർഡ് മെമ്പർ ഫാറൂഖ് TP സമ്മാനദാനം നിർവഹിച്ചു. സമ്മാനദാന ചടങ്ങിന് സജയ് P നന്ദി പറഞ്ഞു. വെട്ടം ന്യൂസ് പറവണ്ണ. വാഹനാപകടങ്ങളിൽ കാൽനടയാത്രക്കാർ അപകടത്തിൽപ്പെടുന്ന സാഹചര്യത്തിൽ അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ട്രാഫിക് ബോധവൽക്കരണവുമായി തിരൂർ പോലീസ് സ്റ്റേഷൻ SHO മുഹമ്മദ് റഫീഖിന്റെ നിർദ്ദേശപ്രകാരം തിരൂർ പോലീസ് വിവിധ സ്ഥലങ്ങളിൽ കാൽനടയാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഡ്രൈവർമാർക്കും നൽകിയ ട്രാഫിക് ബോധവൽക്കരണം നവ്യാനുഭവമായി. കാൽനടയാത്രക്കാർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ, റോഡ് ക്രോസ് ചെയ്യുന്നതിനുള്ള ശരിയായ മാർഗങ്ങൾ, ജംഗ്ഷനുകളിൽ പാലിക്കേണ്ട മുൻകരുതലുകൾ, റോഡിലൂടെ സുരക്ഷിതമായി നടക്കാനുള്ള രീതികൾ എന്നിവയെക്കുറിച്ച് പരിശീലനത്തിലൂടെ ലളിതമായി മനസ്സിലാക്കിക്കൊടുത്ത് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഡ്രൈവർമാർക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. തിരൂർ ടൗൺ, തലക്കടത്തൂർ, BP അങ്ങാടി, കൂട്ടായി, തിരുനാവായ, ആലത്തിയൂർ എന്നിവിടങ്ങളിലാണ് പരിശീലന പരിപാടികളും ബോധവൽക്കരണവും നടത്തിയത്. തിരൂർ പോലീസ് സ്റ്റേഷൻ ജനമൈത്രി കോർഡിനേറ്റർ പോലീസ് സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട് പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി. പോലീസ് ഉദ്യോഗസ്ഥരായ രഘുനാഥ്, M ശ്രീജേഷ് ബാൽ എന്നിവരും പങ്കാളികളായി. തുടർ ദിവസങ്ങളിൽ വിവിധ തരത്തിലുള്ള പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് തിരൂർ പോലീസ് അറിയിച്ചു. വെട്ടം ന്യൂസ് തിരൂർ. വെട്ടം പഞ്ചായത്ത് തൊഴിൽമേള സംഘടിപ്പിച്ചു. വെട്ടം പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച തൊഴിൽമേള വൈസ് പ്രസിഡന്റ് രജനി മുലയിൽ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. രാവിലെ 10:30 മുതൽ 2 മണിവരെയാണ് തൊഴിൽമേള നടത്തിയത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. AS ജയൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് രജനി മുല്ലയിൽ ഉദ്ഘാടനം ചെയ്തു. 1000-ൽ പരം വിദ്യാസമ്പന്നരായ ആളുകൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് രജിസ്റ്റർ ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് എല്ലാവർക്കും തൊഴിൽ വേണം. എല്ലാവരുടെയും ലക്ഷ്യം സർക്കാർ ജോലിയാണ്. നമ്മുടെ സർക്കാർ ജോലി മാത്രമല്ല, നമുക്കറിയാം പ്രൈവറ്റായ ഒരുപാട് കമ്പനികളാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത്. നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെയും സർക്കാർ തലത്തിലായാലും പ്രൈവറ്റ് ആയാലും നമുക്ക് തൊഴിൽ എന്നതാണ് നമ്മുടെ ഏവരുടെയും സ്വപ്നം. CDS ചെയർപേഴ്സൺ ഷാജിദ ആശംസകൾ അർപ്പിച്ചു. കില RP ഉണ്ണിമാഷി വിഷയം അവതരിപ്പിച്ചു. BC സലീം നന്ദിയും പറഞ്ഞു. തൊഴിൽമേളയിൽ 13 സ്ഥാപനങ്ങളും 157 ഉദ്യോഗാർത്ഥികൾ പങ്കെടുക്കുകയും അതിൽ 75 പേരെ തിരഞ്ഞെടുക്കുകയും 65 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു. ശേഷം തൊഴിൽദാതാക്കളുടെ റിവ്യൂവും നടത്തി. ന്യൂസ് ബ്യൂറോ, വെട്ടം. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് നടന്ന ആര്യാടൻ മുഹമ്മദ് MS റാവൂത്തർ അനുസ്മരണ സമ്മേളനം KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വർക്കിംഗ് പ്രസിഡന്റ് V സംജീർ അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ MLA ആര്യാടൻ ഷൗക്കത്തിന് ചടങ്ങിൽ സ്വീകരണം നൽകി. ജില്ലയിലെ വൈദ്യുതി പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള
മലപ്പുറം പാക്കേജ് സമയബന്ധിതമായി നടപ്പാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. വർക്കിംഗ് പ്രസിഡന്റ് വി സംജീർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിബിക്കുട്ടി ഫ്രാൻസിസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷമീം നാട്യമംഗലത്ത്, UDEEF ജനറൽ സെക്രട്ടറി M. അനിൽകുമാർ, സംസ്ഥാന സെക്രട്ടറി മെൽവിൻ ആന്റണി, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി P. മുരളീകൃഷ്ണൻ, മുൻ ജില്ലാ സെക്രട്ടറിമാരായ M. നൂറുദ്ദീൻ, P. മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡിവിഷൻ യൂണിറ്റ് ഭാരവാഹികൾ ചർച്ചയിൽ പങ്കെടുത്തു. ജില്ലാ സെക്രട്ടറി അഷ്റഫ് പുളിക്കലകത്ത് സ്വാഗതവും TP ഷറഫുദ്ദീൻ നന്ദിയും പറഞ്ഞു. വെട്ടർ ന്യൂസ് മലപ്പുറം. PDP ഉത്തരമേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച മുന്നേറ്റ സമ്പർക്ക യാത്രയുടെ സമാപനത്തിന്റെ ഭാഗമായി തിരൂരിൽ പലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം PDP സംസ്ഥാന വൈസ് ചെയർമാൻ PA മുഹമ്മദ് ബിലാൽ ഉദ്ഘാടനം ചെയ്തു. PDP ഉത്തരമേഖലാ കമ്മിറ്റി മുന്നേറ്റ സമ്പർക്ക യാത്രയുടെ സമാപനത്തിന്റെ ഭാഗമായി തിരൂരിൽ പലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു. വൈസ് ക്യാപ്റ്റൻ സംസ്ഥാന ട്രഷറർ ഇബ്രാഹിം തിരൂരങ്ങാടി, ജാഥ കോർഡിനേറ്ററും പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവുമായ സക്കീർ പരപ്പനങ്ങാടി, ജാഥ ഡയറക്ടർ അജിത് കുമാർ ആസാദ്, കേന്ദ്ര കമ്മിറ്റി അംഗം ഹുസൈൻ കാടാമ്പുഴ, CPM പ്രതിനിധി അഡ്വക്കേറ്റ് U. സൈനുദ്ദീൻ, റസൽ നന്ദി, സിദ്ദീഖ് പുതുപ്പടി, യൂനുസ് എളങ്കര, മുസ്തഫ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജില്ലാ പ്രസിഡന്റ് സലാം മുന്നിയൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി ഷാഹിർ മൊറയൂർ സ്വാഗതവും അബ്ദുറഹ്മാൻ ഹാജി നന്ദിയും പറഞ്ഞു. തിരൂരിൽ നടത്തിയ ഐക്യദാർഢ്യ റാലിക്ക് ഹബീബ് കാവന്നൂർ, നിസാം കാളമ്പാടി, ചേക്കു കുരുണിയൻ, ഹസൻകുട്ടി പുതുവള്ളി, KE കോയ, സൈതാലിക്കുട്ടി ചമ്രോട്ടം, റാഫി പടിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ടർ ന്യൂസ് തിരൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.